ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 4ാമത്തെ രാശിയായ കർക്കിടക രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ്, എന്തെല്ലാം ഫലങ്ങളാണ് ഈ നവഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരുവാൻ പോകുക നോക്കാം. ഈ വീഡിയോയിൽ ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ആരോഗ്യം, സാമ്പത്തികം, വിദ്യാഭ്യാസം, ദാമ്പത്യ ജീവിതം, നിങ്ങളുടെ സ്നേഹബന്ധം, ജോലി, ബിസിനസ് എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളെ വക, അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. ഈ പ്രവചനം നിങ്ങളുടെ ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഓഗസ്റ്റിൽ സൂര്യനും ബുധനും 1ാമത്തെ ഹൗസിൽ, 2ാമത്തെ ഹൗസിൽ കേതു, 3ാമത്തെ ഹൗസിൽ ചൊവ്വ, 8ാമത്തെ ഹൗസിൽ രാഹു, 9ാമത്തെ ഹൗസിൽ ശനിദേവ്, 12ാമത്തെ ഹൗസിൽ ശുക്രനും വ്യാഴവും ആണ് ഗോചരം ചെയ്തിരിക്കുന്നത്. ഈ മാസം ആരോഗ്യപരമായി നോക്കിയാൽ കുറച്ചൊരു ശ്രദ്ധ ചെലുത്തുക നിങ്ങളുടെ ആഹാരത്തിൽ. എന്താണെന്നാൽ വയറ് സംബന്ധിച്ച അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ആഹാരത്തിൽ നല്ല നിയന്ത്രണം തന്നെ വേണം. വിദ്യാഭ്യാസപരമായി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഓഗസ്റ്റ് 15 ശേഷം മാത്രം അത് ചെയ്യുക. ഈ സമയം 15 വരെ ഈ സമയം വിദ്യാർത്ഥികൾക്ക് കുറച്ച് അലസതയൊക്കെ വരുന്നതിനുള്ള സമയമാണ് കാണുന്നത്. അവർക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻജോയ്മെൻറ്റിൽ ആയിരിക്കും അവർക്ക് താല്പര്യം. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുക. എന്തെങ്കിലും തീരുമാനമോ എന്തെങ്കിലും കോഴ്സിനൊക്കെ ചേരുവാൻ താല്പര്യമുള്ളവർ ഓഗസ്റ്റ് 15 ശേഷം ചെയ്യുക. എന്താണെന്നാൽ സൂര്യൻ അപ്പോൾ നിങ്ങളുടെ 2ാമത്തെ ഹൗസിൽ വരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ഒരു പ്രശ്നമൊക്കെ വരുന്നത് 12ാമത്തെ ഹൗസിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കുറച്ച് ശ്രദ്ധിക്കുക ഓഗസ്റ്റ് 15 വരെ. നിങ്ങളുടെ ലവ് റിലേഷൻ, സ്നേഹബന്ധം നോക്കുന്നത് 5th ഹൗസ്. ഇപ്പോൾ 5th ഹൗസിൻ്റെ സ്വാമിയായ സൂര്യൻ 1st ഹൗസിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയം 1st ഹൗസിൽ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാവമാണ് 1st ഹൗസ്, നിങ്ങളുടെ ലഗ്നം. അപ്പോൾ ലഗ്നത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ സൂര്യൻ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഒരു അഹങ്കാരം, ഇഗോ ഒക്കെ കൂടുന്നതിനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഇഗോ ക്ലാഷ് ഉണ്ടാകാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്നേഹിക്കുന്ന ആളുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോവാതെ വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൺട്രോൾ ചെയ്യുക, നിങ്ങളുടെ അഹങ്കാരം കുറയ്ക്കുക. ഈഗോ ക്ലാഷ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതും ഓഗസ്റ്റ് 15 വരെ. അതിനുശേഷം കുറച്ചൊരു ചേഞ്ച് വരുന്നതായിരിക്കും. എന്നാന്ന് വെച്ചാൽ സൂര്യൻ 1st ഹൗസിൽ നിന്നും 2nd ഹൗസിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു കാഠിന്യം കുറഞ്ഞിരിക്കും. അപ്പോൾ ലവ് ഒക്കെ ചെയ്യുന്നവർ കൂടുതലും ശ്രദ്ധിക്കുക, ഈഗോ ക്ലാഷ് വരാതിരിക്കാൻ. ദാമ്പത്യ ജീവിതം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അഷ്ടമശനിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി വരുന്ന സമയം. നിങ്ങളുടെ 7ാം ഹൗസിലെ ശനി ഭാഗ്യസ്ഥാനത്താണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ മാസം കടന്നു പോകും. സൂര്യൻ്റെ ദൃഷ്ടി പക്ഷേ 7th, സൂര്യൻ 1st ഹൗസിലാണ്, സൂര്യൻ്റെ ദൃഷ്ടി 7th ഹൗസിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ പാർട്ട്ണർക്ക് ജോലിയിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുള്ള സാധ്യത ആണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ദേഷ്യം കൂടുന്നതിനുള്ള ഒരു സമയമാണ്. അത് കുറച്ച് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടക്കും. ഓഗസ്റ്റിൽ നിങ്ങളുടെ ഭാഗ്യസ്വാമി വ്യാഴം 12ാമത്തെ ഹൗസിലാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് പ്രോപ്പർട്ടികളൊക്കെ വിൽക്കാനോ വാങ്ങിക്കുന്നതിനോ ഒക്കെയുള്ള ഒരു സമയം ആദ്യ വാരം കാണുന്നില്ല. ഓഗസ്റ്റ് 15 ശേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ. പിന്നെ ജോലി സംബന്ധിച്ച് യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. ചെയ്യുന്ന ജോലിയിൽ കുറച്ച് അലസത വരാനുള്ള സമയം ആണിത്. എന്താണെന്നാൽ വക്രിയായിട്ടുള്ള ശനി 9ാമത്തെ ഹൗസിൽ,
ചൊവ്വ 3-ാമത്തെ ഹൗസ്. പക്ഷേ കാര്യങ്ങളൊക്കെ സഫലമായി തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്യുവാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ ജോലി സംബന്ധിച്ച കാര്യങ്ങളെല്ലാം പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അത് ശരിയായ രീതിയിൽ സമയത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സമയം ആണ്. പുതിയ ജോലിക്കും ഓഗസ്റ്റ് 15 ശേഷം നല്ല സമയമാണ്. ട്രാൻസ്ഫറൊക്കെ ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ് 15 ശേഷം നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേറൊരാളുടെ പ്രശ്നങ്ങളിൽ പോയി ഇടപെടാതിരിക്കുക. ഓക്കെ, അത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാര്യം നോക്കി മാത്രം മുന്നോട്ട് പോകുക. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമായിരിക്കും. അതും ഓഗസ്റ്റ് 15 ശേഷം. എന്നാന്ന് വെച്ചാൽ സൂര്യൻ 2nd ഹൗസിലും ബുധൻ 2-ാമത്തെ ഹൗസിലോട്ടും വരുന്നുണ്ട്. അപ്പോൾ ശനി 9-ാമത്തെ ഹൗസ്. ഈ സമയം നിങ്ങൾക്ക് ബിസിനസ്സിന് വളരെ നല്ല സമയമായിരിക്കും. അപ്പോൾ എല്ലാവരും അതുകണ്ട് പ്രവർത്തിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ, നിങ്ങളുടെ രാശിസ്വാമിയായ ചന്ദ്രൻ്റെ മൂണിൻ്റെ ബീജമന്ത്രം, അതുപോലെ തന്നെ ഓം നമഃ ശിവായ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഗുരു ബീജമന്ത്രം ഡെയിലി നിങ്ങൾക്ക് 108 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കുക, പിതൃതർപ്പണം ചെയ്യുക ഈ മാസം. ഓക്കെ, ഇങ്ങനെ എല്ലാവരും ഈ ഉപായങ്ങൾ ചെയ്യുക. ഇന്നത്തെ വാസ്തു ടിപ്പ്, നിങ്ങളുടെ വീട്ടിലെ ഹെവി ആയിട്ടുള്ള ഫർണിച്ചറുകൾ, ഭാരമുള്ള ഫർണിച്ചറുകൾ ഏത് സൈഡിൽ നിങ്ങൾക്ക് ഇടണം. ഭാരമുള്ള ഏത് സാധനവും വീടിൻ്റെ തെക്ക് വശത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തോ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങളുടെ വടക്ക് വശത്ത് ലൈറ്റായിട്ടുള്ള ഫർണിച്ചറുകളോ ടേബിളുകളോ ഒക്കെ ഇടണം. അതുപോലെ തന്നെ കിഴക്കും. ഈ 2 സ്ഥലത്തും 0 ഡിഗ്രി ലോഡിംഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഹെവി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.